നമസ്കാരം, ഞാൻ മറ്റൊരു ഫുഡ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ ചുറ്റും ഇപ്പോൾ കാണാൻ പറ്റുന്ന മാതിരി 1, 2 അല്ല 4 കിടിലൻ മോഡിഫൈഡ് കാറും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാലിക്കറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് ആയിരിക്കും. അതിൻ്റെ വീഡിയോസ് ഇനിയും കുറേ പറയാനുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നമ്മുടെ സ്വന്തം നാട്ടിൽ ആലുവയിൽ ഇങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ വന്നപ്പോൾ ഒരുമിച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഇവർ കൂടുതൽ ആൾക്കാരും മലപ്പുറത്തുനിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ഓരോ വണ്ടികളായിട്ട് നമുക്കൊന്ന് കണ്ടു തുടങ്ങാം. ഇത് നമ്മുടെ ബ്രോസ്കി ഈ അറ്റത്തൊന്ന് പേരൊക്കെ പറഞ്ഞു തുടങ്ങിക്കോ. പേര് കോഴിക്കോട് അല്ലേ? ഓക്കെ. ഇവിടെ മനാഫ് മലപ്പുറം. ഓക്കെ. ബ്രോയുടെ വണ്ടി ഏതായിരുന്നു? ഗ്രേ സിവിക് അല്ലേ? ഓക്കെ, അതിലേക്ക് നമുക്ക് ചെല്ലാം. പിന്നെ ഇദ്ദേഹം ബ്രോ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം കോട്ടയ്ക്കൽ. ഇദ്ദേഹത്തിൻ്റെ വണ്ടി നമ്മുടെ ചാനലിൽ മുന്നും ചെറുതായിട്ടൊന്ന് തല കാണിച്ച് പോയിട്ടുണ്ട്. ആ കിടക്കുന്ന സ്നോബിസ്റ്റ് എന്നറിയപ്പെടുന്ന ഹോണ്ട സിറ്റിയാണ് നമ്മളത് അല്ലേ? ഓക്കെ. ഇതേ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, എറണാകുളം തന്നെയാണ്. എറണാകുളത്ത് എവിടെയായിരുന്നു? പെരുമ്പാവൂർ അല്ലേ? പേര് എങ്ങനെയായിരുന്നു? നിയാസ് അല്ലേ? ഓക്കെ. ഈ കാണുന്ന നമ്മുടെ സിയാസ് ആണ് പുള്ളിയുടേത്. അതേപോലെ ഈ വണ്ടിയുടെ ഓണർ ഇവിടെ ഇല്ല, പക്ഷേ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ബ്രോ പറഞ്ഞു തരില്ലേ? ഓക്കെ, സെറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ വണ്ടിയായിട്ട് എൻ്റെ വീഡിയോയിൽ കണ്ടുപോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാണുന്ന വൈറ്റ് സിയാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. വളരെ സ്ലീക്ക് ആയിട്ടുള്ള മോഡ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള മോഡാണ് ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അധികം കളേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വൈറ്റും ബ്ലാക്കും തന്നെ വെച്ചിട്ട് അത് ടേസ്റ്റ്ഫുള്ളി ചെയ്തേക്കുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ സിമ്പിളാണ്. ഇത് നേരിട്ട് കാണുമ്പോൾ തന്നെ ഇത് ആക്ച്വലി ഇതിപ്പോൾ എയർ സസ്പെൻഷൻ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതിപ്പോൾ താന്നാണ് കിടക്കുന്നത്. പക്ഷേ ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മുഴച്ച് നിൽക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയാനായിട്ടൊന്നുമില്ല, പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ട് പോലീസുകാരുടെ ശല്യം വലുതായിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനെ. ഓക്കെ. അപ്പോൾ എന്തായാലും വണ്ടി വളരെ സ്റ്റാൻഡേർഡുള്ള വളരെ സിമ്പിളായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബമ്പറൊക്കെ ശരിക്കും നോർമലി ഉള്ള ബമ്പർ തന്നെയാണ്. അതിനകത്ത് ഈ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതും കമ്പനിയുടെ തന്നെയാണ് അല്ലേ? RSൻ്റെ കിറ്റ്. ഓക്കെ. നമ്മുടെ മാരുതി തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് അല്ലേ? ഓക്കെ. ഇത് മാരുതി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്തൊരു സ്വിഫ്റ്റും കൂടെ എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ കുറേ അടിപൊളി ആക്സറീസിൻ്റെ ഓപ്ഷനൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ തന്നായിരുന്നു. അങ്ങനെ മാരുതി ഡെവലപ്പായി വരുന്നുണ്ട്. കൊള്ളാം. ലൈറ്റായിട്ട് നമ്മുടെ ഇവിടെ സുസ്കിയുടെ ലോഗോ കളറൊക്കെ മാറ്റി ബ്ലാക്ക് പെയിൻ്റൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സൈഡിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ സൈഡിൽ നിന്നുള്ള സ്റ്റാൻഡ്സും കാണാൻ നല്ല രസമുണ്ട്. ഈ നമ്മുടെ ഹാൻഡിലൊക്കെ ക്രോം ആയിരുന്നു, അതാക്കിയതാണോ? കമ്പനി ക്രോം തന്നെയായിരുന്നു അല്ലേ? ഓക്കെ. നൈസ്. സൈഡിൽ നിന്നും ഈ ഒരു സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നതെല്ലാം കമ്പനിയുടെ ആ ഒരു കിറ്റിൻ്റെ ഭാഗമായിട്ട് വരും. ആ കിറ്റിന് എന്ത് വില ഉണ്ടായിരുന്നു? 20 സംതിങ്. ഓക്കെ, പ്രൈസ് ആണല്ലോ. അപ്പോൾ 20 രൂപയ്ക്ക് വണ്ടി ഇതേപോലെ ആക്കി അവർ തരുമെങ്കിൽ നല്ല അടിപൊളി സംഭവമാണ് അല്ലേ? ഇതിപ്പോൾ ടയർ വീൽ ഏതാണ് ഇട്ടിരിക്കുന്നത്? എത്ര ഇഞ്ചാണ്? 17 ഇഞ്ച് അല്ലേ? ശരിക്കും സ്റ്റോക്ക് എത്രയായിരുന്നു? 16 17 ആക്കി അല്ലേ? ഓക്കെ. നല്ല അലോയ്സുമാണ് ഇട്ടിരിക്കുന്നത്. ഈ അലോയ്സ് എവിടെ നിന്ന് വാങ്ങിയത്? ഇവിടെ അടുത്ത് തന്നെ, എറണാകുളത്ത് തന്നെ അല്ലേ? ഓക്കെ. നൈസ്. കൊള്ളാം. ഇതാണ് നമ്മുടെ അലോയുടെ ഡിസൈൻ വരുന്നത്. കൊള്ളാം, നല്ല അടിപൊളി. ആ ഹബ്ബും കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് വരാണെങ്കിലും ഈ പറഞ്ഞതിന് കുറച്ചൊന്ന് സിമ്പിൾ ആക്കിയിട്ടുണ്ട്. സിമ്പിളാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്ന രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ കമ്പനി ലൈറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. താഴത്താണെങ്കിലും താഴത്തെ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് മാത്രം അല്ലേ? പക്ഷേ എന്നാലും വളരെ സിമ്പിളായിട്ട് സ്ലീക്ക് ആയിട്ടുള്ള മോഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു എലഗൻ്റാണ് സംഭവം, എലഗൻ്റാണ്. അത് മാത്രമേ പറയാനുള്ളൂ. ഇനി അകത്ത് വേറെ എന്താ ചെയ്തേക്കുന്നത്? അകത്ത് വേറെ സെറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എഞ്ചിൻ റീമാപ്പ് ചെയ്തിട്ടുണ്ട്. കോഡ് 6 നൈസ്. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ പല വണ്ടികൾ ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ എഞ്ചിൻ ട്യൂണിങ് പറയാറില്ല കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പം തന്നെ ആൾക്കാർ വന്നിട്ട് റൈസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് പറഞ്ഞു. പക്ഷേ നിങ്ങൾ കാണുന്ന എല്ലാ വണ്ടിയിലും നമ്മൾ എഞ്ചിൻ മോഡ് ചെയ്യുന്നില്ല എന്നർത്ഥമില്ല. പലതും ഞാൻ ഒളിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് ഇൻറ്റീരിയറും കൂടെ ഒന്ന് കണ്ടിട്ട് വിടാം അല്ലേ? വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരാണെങ്കിലും വളരെ ഡീസൻ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് ഇൻറ്റീരിയർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്തും അങ്ങനെ കാര്യമായ മാറ്റമൊന്നും മാറ്റിയിട്ടില്ല. ഈ ഒരു ഗിയർ സ്റ്റബ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എയർ സസ്പെൻഷൻ്റെ ഗേജാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ സ്ക്രീന് ഇത് കമ്പനിയുടെ അല്ല, ഇത് വേറെ കയറ്റിക്കുന്നതാണോ അല്ലേ? ഓക്കെ. അത് നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ തന്നെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നൈസ്. അങ്ങനെ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പൊക്കിയെന്നായിട്ടും കാണിച്ചാലോ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വണ്ടി പൊക്കിയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലിയൊരു മോഡലുള്ള ഫീൽ നമുക്ക് തോന്നത്തില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി താഴ്ത്തി ഒന്ന് കാണിച്ചു ബ്രോ. താഴ്ത്തി വരുമ്പോൾ ഇതിങ്ങനെ വരും. പക്ഷേ ഇത് ആക്ച്വലി ഡീസൽ എഞ്ചിനും കൂടെ ആയതുകൊണ്ട് പൊങ്ങുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കാൻ കൂടെ സാധ്യതയുണ്ട്. വണ്ടി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കിടന്നു, അടിപൊളിയായി. വണ്ടിയുടെ രൂപം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ മാറി. അങ്ങനെ പൊളി സാധനം. അപ്പോൾ ഇത് ബ്രോ മൊത്തം എത്ര രൂപയുടെയൊക്കെ ഒരു പണി വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്? 2 രൂപ അടുപ്പിച്ച് പണി വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത് തന്നെ എയർ സസ്പെൻഷൻ തന്നെ ഒരു 1.5 അടുപ്പിച്ച് വന്നിട്ടുണ്ടാവില്ലേ? ഓക്കെ, നൈസ്. അങ്ങനെ. അപ്പോൾ എന്തായാലും അടിപൊളി വണ്ടി.
അടുത്ത് നമുക്ക് ഈ റെഡ് സിവിക്കിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു കളയാം. ഇതിനെയാണ് നമ്മൾ പറഞ്ഞ ഓണർ ഇവിടെ ഇല്ലെന്ന്, പക്ഷേ ഈ ബ്രോ നമുക്ക് എല്ലാം പറഞ്ഞു തരും അല്ലേ? അതെ, ഇത് ശരിക്കും കളർ വേറെ ആയിരുന്നു എന്നല്ലേ പറഞ്ഞു? നമ്മൾ റീപെയിന്റ് ചെയ്തിട്ട് പോളോ റെഡ് അല്ലെങ്കിൽ ബ്ലഡ് റെഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക്. ഓക്കെ ഓക്കെ. ഇത് ഏതായിരുന്നു ആദ്യം കളർ? ഇത് വൈറ്റ് ആയിരുന്നു. വൈറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, നൈസ്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കിറ്റ് തന്നെ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഏതിൻ്റെ കിറ്റാണ് ചെയ്തിരിക്കുന്നത്? CRCGT കിറ്റാണ്. ബാക്ക് ബമ്പർ അല്ലേ? ഓക്കെ ഓക്കെ, കിറ്റ്. അത് ശരി ശരി, നൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. അതെ, ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. നല്ല അടിപൊളി സാധനമുണ്ട്. ഫ്രണ്ടിൽ ഹൂണികളിലൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ്സിലും കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് നിങ്ങൾ എക്സ്ട്രാ ചെയ്തേക്കുന്നല്ലേ? ഓക്കെ, പക്ഷേ ഈ ബോണറ്റും ഇതിൻ്റെ കൂടെ വരുന്നതല്ലേ പറഞ്ഞത്? കിറ്റിൽ ഇൻക്ലൂഡ് ആയി വരുന്നത് അല്ലേ? ഓക്കെ, നൈസ്, അടിപൊളി. പിന്നെ ഇതിനകത്ത് എയർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ലോവർ ചെയ്തേക്കുന്നതാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്. നമുക്കിനി സൈഡിലേക്ക് പോയി സൈഡിലെ ലുക്ക് ഒന്ന് കാണാം. സൈഡിൽ നമ്മുടെ സ്പോർട്സ് കാറിലൊക്കെ വരുന്ന പോലെ സ്പൂൺ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ രീതിയിൽ. പിന്നെ അതുപോലെ ഈ സൂപ്പർ ചാർജ്, ഈ ലോഗോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, പക്ഷേ ഈ സാധനം ഏതൊരു വണ്ടിയിലുണ്ട്. അത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓടിയില്ലല്ലേ? ഓക്കെ, അതാണ് എവിടെ കണ്ടു നല്ല പരിചയം. അങ്ങനെ അപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ അലോയ്സും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണ് അപ്സൈസ് ചെയ്തേക്കല്ലേ? ശരിക്കും അപ്സൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ യൂഷ്വലി മോഡിഫൈ ചെയ്ത വണ്ടി 18 ഇഞ്ച് ആണല്ലേ? ഞങ്ങൾ 17 ഇഞ്ച് റൈഡ് കംഫർട്ടും ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഡെയിലി യൂസ് പോലെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ശരി ശരി, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ 17 ആണ് കുറച്ചുകൂടെ ബെറ്റർ. പ്രൊഫൈൽ കൂടി ടയർ ഇടാൻ പറ്റിയ വീലായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ഗട്ടറൊന്നും വലിയ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ചാട്ടൊന്നും കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്തോളും വീല്. പ്രൊഫൈൽ ടയർ ആകുമ്പോൾ ഫസ്റ്റ് പിന്നെ അതെ ഒന്ന് പുറത്തേക്ക് നല്ല നിൽക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്കാണ് ഫസ്റ്റ് വീല് ബെൻഡ്. അതെ, ഈവൻ ഇപ്പോൾ എൻ്റെ ഇതേപോലത്തെ ഒരു സിറ്റി ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത ഫേസ് ലിഫ്റ്റ് വന്ന സിറ്റി. അപ്പോൾ അതിനകത്ത് നോർമൽ സ്റ്റോക്ക് തന്നെ ഭയങ്കര ലോ പ്രൊഫൈൽ ടയർ. അതിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പോൾ ബാക്കിലേക്ക് പോകുമ്പോൾ ഇനി ബാക്കിലെ ലുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്ന ഇത് ടെയിൽ ലൈറ്റ്സ് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പുറത്ത്. അത് മാത്രമല്ല ഈ ഒരു ടിപ്സും 4 HKSൻ്റെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഈ ഡിഫ്യൂസറൊക്കെ അതിൻ്റെ കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അല്ലേ? അതിൻ്റെ കൂടെ ഉള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ സ്പോയിലർ എക്സ്ട്രാ വെച്ചേക്കുന്നത് അല്ലേ? ജേസ് റേസിംഗ്. ഇത് ഞാൻ ഏതോ ഒരു വണ്ടിയിലും കൂടെ കണ്ടിട്ടുണ്ട്. ഏത് വണ്ടിയിലാണ് ഞാൻ മിക്കവാറും ഇത് തന്നെയാണ്. ഓക്കെ ഓക്കെ, ഇതിലൊക്കെ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ, അത് ഡിസൈൻ വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മുടെ സിറ്റിയിലുള്ള അല്ലേ? അത് നമുക്ക് അവിടെ പോയിട്ടൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം ഈ വണ്ടിയുടെ അകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കൂടെ ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കാം അല്ലേ? ഇവിടെ അകത്തേക്ക് വരാണെങ്കിൽ ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ് കവർ എവിടെ നിന്ന് ചെയ്തത്? നിങ്ങൾ കസ്റ്റമായിട്ട് ചെയ്യുന്നതാണോ? ഓക്കെ 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 ഓക്കെ, പക്ഷെ കാണാൻ നല്ല രസമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. എനിക്കൊരു ഓക്കെ 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 ഓക്കെ, കൊള്ളാമല്ലോ സംഭവം. നല്ല രസമുള്ള, പിടിക്കാൻ നല്ല സുഖമുള്ള സാധനം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗിയർ ലിവറിലും ഒരു സ്റ്റബ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ കയറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്റീരിയറിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്കൊക്കെ ഓക്കെ ഓക്കെ, അതിനെ മാറ്റി ഇങ്ങനെ ആക്കി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്, കൊള്ളാം. മൊത്തത്തിൽ അടിപൊളി. ഇത് എത്ര നാളെടുത്തുണ്ടോ ഏകദേശം പണി തീർക്കാനൊക്കെ ആയിട്ട്? ഏകദേശം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തതാണത്. ഒരുമിച്ച് തന്നെ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടോ? വർക്ക് എടുത്ത വണ്ടിയാണ്. ബ്രോ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ വേറൊരു ഫ്രണ്ട് ഒരു കണ്ടിട്ടുണ്ട്, ഒരു ബ്ലൂ സ്വിഫ്റ്റ് ഉണ്ട്. ബ്രോന്റെ ഈ വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഞാൻ എന്തായാലും ഈ സംഭവങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ വേറെ എന്താ പറയുക, ഇതിന് മൊത്തം എത്ര ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ? 4.5 അടുത്ത്. 4 to 4.5 ലക്ഷം അല്ലേ? ഓക്കെ, നൈസ് നൈസ് നൈസ്. 2008 അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് നീങ്ങിയാലോ എന്നാൽ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഈ കാണുന്ന ഗ്രേ സിവിക്കാണ്. ഇത് താഴ്ത്തി കിടന്ന് ഉറങ്ങുകയാണ് ആശാൻ. അത്രയും താഴ്ത്തി ഇട്ടിരിക്കുകയാണ് വണ്ടി. ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമേഴ്സിൻ്റെ ലോഗോയും കാര്യങ്ങളും കൊടുത്ത് സ്പാർക്കിൻ്റെ ഒരു ബെൽറ്റും തൂക്കിയിട്ട് ഉള്ള സംഭവമാണ്. ഇതിപ്പോൾ ഇതും കിറ്റ് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ? ഏതിൻ്റെയാണ്? GT അല്ലേ? ഓക്കെ ഓക്കെ, നൈസ്. അങ്ങനെ അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റുകൾ എക്സ്ട്രാ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് 2 സൈഡിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഹെഡ്ലൈറ്റും മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ബോണറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നല്ലേ? കിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നല്ല? എല്ലാം ഒരുമിച്ച് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ എത്തി നിങ്ങൾ മലപ്പുറത്തുനിന്ന് ഇവിടെ വരെ? പൊക്കിയിട്ട് ശരിയാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, സമയമൊക്കെ നോക്കിയിട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ, രാഹുകാലമൊക്കെ നോക്കിയിട്ട് ഇറങ്ങത്തുള്ളൂ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ
സൈഡിൽ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെ ചെറിയൊരു സംഭവം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അതിന് കാർബൺ ഫൈബർ ഫിനിഷുള്ള ഒരു സാധനം കവർ കൊടുത്തിട്ടുണ്ട്, ഒരു ബീഡിങ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്പൂൺ മിറേഴ്സ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഫെൻഡറും കൂടെ കിറ്റിൽ കൂടെ മാറ്റിയതാണ്, സെപ്പറേറ്റ് നിങ്ങൾ ഓക്കെ ചെയ്തെടുത്താണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വീലിനെ പറ്റി സംസാരിക്കാം. ഇതിപ്പോൾ ബോസിൻ്റെ ഹബ്ബാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇത് ആക്ച്വലി ഏതിൻ്റെയാണ്? ഇമോഷണറിൻ്റെ വീലാണ് അല്ലേ. ഇത് എത്ര ഇഞ്ചിൻ്റെയാണ് ഇപ്പോൾ? 18. ഓക്കെ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പൊതുവെ എല്ലാവരും 18ലേക്ക് ആക്കാറാണ് പതിവ് എന്നുള്ളത്. ഇത് അപ്സൈസ് ചെയ്യാൻ മാത്രമല്ല വിട്ടും കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ ഫെൻഡേഴ്സിൻ്റെ വ്യത്യാസം കാരണം അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കാത്തതാണ്. പ്രത്യേകിച്ച് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഫെൻഡർ ഇവിടെ കുറച്ച് വൈഡായിട്ടുള്ള ഫെൻഡർ ആയതുകൊണ്ട് അങ്ങനെ ടയർ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇടിക്കുന്ന പ്രശ്നം ഉണ്ടാവും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ എയർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വേണമെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ അല്ലേ. ഈ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ഡിസൈൻ തന്നെയാണ്? ഓക്കെ കൊള്ളാം. അതിൽ ആ കളറിന് ബ്ലെൻഡ് ആണ്. ആക്ച്വലി ഈ കളറ് സിവിക്കിലൊക്കെ പുറത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ അധികം കാണാത്തതാണ്. 2018 വണ്ടി പണിയെടുത്തത്, 16 ആ ടൈമിൽ ഈ കളർ വേറെ വണ്ടിക്കൊന്നുമില്ല. പിന്നെ അതിനേശം ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മുടെ അബുദാബിയിലെ ഫാബിസിൻ്റെ ഒരു സിവിക് ഉണ്ട്, അത് ഈ ഒരു കളർ തന്നെയാണ്. പിന്നീടാണ് നാട്ടിലൊക്കെ ഈ കളർ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. അങ്ങനെ നമുക്ക് നൈസായിട്ട് ഇനി പുറകിലേക്ക് വരാണെങ്കിൽ ഈ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ, അത് ഏതായിരുന്നു? സ്പോയിലറാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇനി ഈ സ്പോയിലറിനകത്ത് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, നിങ്ങളുടെ വണ്ടിയുടെ പേര് ഗ്രേ ഹൗണ്ട് എന്നുള്ള പേര് ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാം. ചിലരിങ്ങനെ മേളിൽ കൊടുക്കാറുണ്ട്, അത് ചിലപ്പോൾ വൃത്തികേടാവാറുണ്ട്. പക്ഷേ നിങ്ങൾ അടി കൊടുത്ത എന്തായാലും അത് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കത്തുമില്ല. കൊള്ളാം, നൈസ്. ഈ ടൈൽ ലൈറ്റ്സ് അതിൽ കണ്ട അതേ സെയിം ടൈൽ ലൈറ്റ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ പക്ഷേ ഈ ഡിഫ്യൂസർ ഇതിൻ്റെ കൂടെ വന്നതാണോ? ഈ സെപ്പറേറ്റ് ചെയ്തതാണ് അല്ലേ. ഓക്കെ ഈ ഒരു ലൈറ്റൊക്കെ വരുന്ന രീതിയിലുള്ള ഓക്കെ ബ്രേക്ക് ലൈറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ഡിഫ്യൂസർ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 4 എന്താ പറയുക എക്സോസ്റ്റ് ടിപ്പുകളും HKSൻ്റെ വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇനി ഇതിൻ്റെ എയർ സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെയല്ലേ വരുന്നത്? ഓക്കെ, ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ഓക്കെ, ഇതിവിടെയാണ് ഇതിൻ്റെ എയർ സസ്പെൻഷൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. റിസർവോയർ ഇവിടെ കാണാം. അങ്ങനെ നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് പൊക്കിയും താഴ്ത്തിയൊക്കെ നോക്കാം. പിന്നെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സ്ട്രൈറ്റ് പൈപ്പാണോ ചെയ്തിരിക്കുന്നത്? ഓക്കെ അപ്പോൾ അതിൻ്റെയും കൂടെ സൗണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ലേ. ഈ വണ്ടിയുടെ അകത്തേക്ക് കയറിയിരിക്കുമ്പോൾ ഇവിടെ ആയാലും കുറച്ചൊരു റെക്സിൻ വർക്കൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഒരു 3 ഗേജസ് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം, ഒരു സ്പോട്ടിൽ ലുക്ക് ആയിട്ട്. ഇതെന്താണ് സംഭവം? ഇത് വർക്ക് ചെയ്യുന്നത്? ടാക്കോമീറ്റർ അതിൽ കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഓക്കെ, നൈസ്, കൊള്ളാം. അപ്പോൾ പല കളറിലൊക്കെ സംഭവങ്ങൾ അവിടെ തെളിഞ്ഞു വരുന്ന രീതിയിലാണ്. ഓക്കെ ഇതിങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടേക്ക് താഴേക്ക് വരാണെങ്കിൽ ഇവിടെയും ഗിയർ സ്റ്റെപ്പ് മാറ്റിയിട്ട് ഈ ഒരു പാനലിംഗ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ, ഇത് കാർബൺ ഫൈബറിൻ്റെ രീതിയിൽ. ഓക്കെ അങ്ങനെ വേറെ സൺറൂഫ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നൈസ്. ഇതെവിടെ നിന്ന് ചെയ്തത്? സൺറൂഫ് പാലക്കാട് ചെയ്തതാണല്ലേ. ഓക്കെ നമുക്ക് ആദ്യം വണ്ടി ഒന്ന് പൊക്കിയും താഴ്ത്തി നോക്കാം, എന്നിട്ട് സൗണ്ടിലേക്ക് കിടക്കാം. ബ്രോ ഒന്ന് പൊക്കിയ സംഭവം. അയ്യോ, ബാക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, ബാക്ക് പൊങ്ങി തന്നെ. അയ്യോ, ഓക്കെ. അപ്പോൾ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടി അത്യാവശ്യം നമുക്ക് ഒപ്പിക്കാം അല്ലേ. ഓക്കെ, അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റുമല്ലേ. എല്ലായിടത്തും കൊണ്ടു നടക്കാൻ കഴിയും, കുഴപ്പമില്ല അല്ലേ. ഓക്കെ നെക്സ്റ്റ് ബ്രോ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. അയ്യോ, അപ്പോൾ ഇനി നമുക്ക് അവസാനം നമ്മുടെ ഹോണ്ട സിറ്റിയിലേക്ക് വരാം. ആക്ച്വലി ഈ വണ്ടി അന്ന് അഡോൺസിൽ കിടന്നപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ വീഡിയോ കണ്ടിരുന്നു അഡോൺസിൻ്റെ വീഡിയോ. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ 2 സിവിക്ക് ഇങ്ങനെ അടുത്ത് കിടക്കണം, അതിൻ്റെ കൂടെ ഇതും കിടന്നപ്പോൾ ഇത് സിവിക്കാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പെട്ടെന്നൊരു ഒറ്റ വാക്ക് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു അത് സിവിക്കല്ല സിറ്റിയാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് പിന്നീട് ഞാൻ എന്താലോചിച്ചിട്ട് പറയാം, കാരണം ഞാൻ ഈ സിറ്റിയുള്ള ആളാണ്, എന്നിട്ടാണ് ഞാനത് പറഞ്ഞിട്ട് പോയത്. ഞാൻ വേറെന്തോ ഒരു മൈൻഡിൽ അങ്ങനെ സംസാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ വണ്ടി സ്നോബിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഇതിപ്പോൾ കിറ്റ് ശരിക്കും ഈ ഹോണ്ട സിറ്റിക്ക് ഇങ്ങനത്തെ വരുന്നുണ്ടോ ഈ കാണുന്ന പോലത്തെ? ഇല്ല. ഓക്കെ, നമ്മൾ വരച്ചിട്ട് ഒരു മോഡൽ നോക്കിയിട്ട് വരച്ച് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് അല്ലേ. ഓക്കെ, ഞാനത് ഇവർക്കൊന്ന് ക്യാമറയിൽ കാണിച്ചു കൊടുക്കാം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ കിറ്റ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലെ ബമ്പർ ഇതേ കാണാം, നല്ല രീതിയിൽ ഒരു 3 സ്ലോട്ട് കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട്. എന്നിട്ട് നല്ലോണം ലോവർ ചെയ്യുമ്പോൾ ഇങ്ങനെ തറയിൽ കിടക്കുന്ന രീതിയിലാണ് സംഭവം ഫ്രണ്ടിലെ കിറ്റ്. ഇത് എന്താ പറയുക കിറ്റ് വന്നേക്കുന്നത്. ഞാൻ ഹോണ്ട സിറ്റി തന്നെ അധികം മോഡിഫൈ ചെയ്ത് നമ്മളിപ്പോൾ കാണാറില്ല എന്ന് തോന്നുന്നു അല്ലേ നാട്ടിൽ. ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ, കണ്ടിട്ടില്ല അല്ലേ ഫുള്ളി ചെയ്തതൊക്കെ. ഓക്കെ അതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കിറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് കൗതുകം, എൻ്റെ വണ്ടിയിലും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്നിട്ട് ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവം ഇതെല്ലാം നിങ്ങൾ ഡിസൈൻ ചെയ്ത് തന്നെയാണോ? അതായത് സൈഡിൽ കാണുന്ന സ്കേർട്ടൊക്കെ. ഓക്കെ, പൊളി. ഇത് GTR Proൻ്റെ വീൽസാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ അപ്സൈസ് ചെയ്തിരിക്കുന്നതാണോ? ഇത് എത്ര ഇഞ്ചാണ്?
17 ഇഞ്ച്. ആ 15 സ്റ്റോക്ക് വരുന്നത്, 17 ആക്കിയായിരുന്നു അല്ലേ? ഓക്കെ, നൈസ്. കൊള്ളാം. ആ ഒരു പെയിൻറ്റിനും കാര്യങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള വീല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നല്ല ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലായിട്ട്. പിന്നെ ഇവിടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയുണ്ട് ബ്രോ ഇത് കൊണ്ടു നടക്കും? ഇപ്പോൾ ഈ ടയർ മാറ്റുമ്പോഴേ എനിക്ക് തന്നെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സിറ്റിയിൽ അത്രയും ലോ പ്രൊഫൈൽ ടയറിൽ എനിക്ക് ഓടിക്കുമ്പോൾ പലപ്പോഴും ചെറിയ കുടുക്കൊക്കെ വരുമ്പോൾ നല്ല ഇടി വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ അപ്സൈസ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? എന്തായാലും ചെറിയൊരു മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മൾ അത്രയും സൂക്ഷിച്ചാണ് കൊണ്ടുവരുന്നത്. അത് പിന്നെ ഈ കിറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് നമുക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കിറ്റൊക്കെ ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചേ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഓക്കെ. വീലിനേക്കാൾ കെയറിങ് കിറ്റിനായതുകൊണ്ട്. ഓക്കെ. ഞാൻ സ്വിഫ്റ്റ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സിറ്റിയും കൊണ്ട് പലയിടത്തും ഒക്കെ പോയിട്ട് അടിയിടിക്കുകയും ആകെ അലമ്പാവുകയൊക്കെ ചെയ്തായിരുന്നു എൻ്റെ വണ്ടി. അത് മാത്രമല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിച്ച് ആ വണ്ടി നശിപ്പിക്കണമെന്ന് വീട്ടുകാരുടെ വക പരാതി വന്നപ്പോഴാണ് ഞാനെന്നാൽ പോയിട്ട് എനിക്ക് ചവിട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്വിഫ്റ്റ് മേടിച്ചത്. അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്കിതിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ കിറ്റിനോട് ചേർത്ത്, ബമ്പറിനോട് ചേർത്ത് ഒരു ക്ലിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫെൻഡർ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഒറിജിനൽ സ്റ്റോക്ക് ഫെൻഡർ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഫെൻഡർ സ്റ്റോക്ക് തന്നെ. ഓക്കെ. ഇവിടെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലൈറ്റ്സ്. ഈ കാണുന്ന സ്പോയിലർ ഏതിൻ്റെയാണ്? മ്യൂഗൻ തന്നെയാണ്. ഓക്കെ. ശരി. ലെജൻഡ്സ് ഓഫ് ചെമ്മാട്, ഇതെന്താണ് പരിപാടി? നിങ്ങളുടെ ശരി, നിങ്ങൾ കറക്റ്റ് ഏരിയ ചെമ്മാടാണ് അല്ലേ? വെണ്ണിയൂർ. ഓക്കെ. ശരി. നൈസ്. ഈ ലൈറ്റൊക്കെ എവിടെ നിന്ന് മേടിച്ചത്? ആഫ്റ്റർ മാർക്കറ്റ്. എവിടെ? നിങ്ങളുടെ ലോക്കലിൽ തന്നെ മേടിച്ചാണോ? ഓക്കെ, മാട്രിക്സ് മോഡലിന്. ഓക്കെ. ഈ ഒരു ഇതല്ലേ? ഓക്കെ. നൈസ്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഡിഫ്യൂസറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കി ചേർത്താണ് അല്ലേ? ഇത് ആരാണ് നിങ്ങൾക്ക് ഈ ഉദ്ദേശത്തിനനുസരിച്ച് ഇത് ഉണ്ടാക്കി തന്ന ആള്? അത് നമ്മുടെ നിയാസ്കാർ നിങ്ങളുടെ മലപ്പുറത്തുള്ളതാണ്? കൊല്ലത്ത്. കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. നൈസ്. കൊള്ളാം. പുള്ളി കസ്റ്റമായിട്ട് ഉണ്ടാക്കി തരുന്നെങ്കിൽ വളരെ നല്ല കാര്യം. അങ്ങനെ ഇത് ഡിഫ്യൂസറൊക്കെ ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 4 സ്ലിറ്റുള്ള വലിയ ഡിഫ്യൂസറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ടോ? എക്സോസ്റ്റ് ബൈയുടെ ഹെഡറാണ്. പിന്നെ നമ്മൾ അഡ്വാൻസിന്റെ വാൾവോട്രോണിക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്വിച്ച് ഇട്ടാൽ സൗണ്ട് കേൾക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റീല് നമ്മളിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിരുന്നു ആ ഒരു റീലിൽ. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അകത്ത് കൊണ്ടൊന്ന് കാണിക്കാം. എയർ സസ്പെൻഷൻ കിറ്റ് ഇതിനകത്താണ് വരുന്നത് അല്ലേ? ഓക്കെ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. എൻ്റെ അമ്മയെ കൊള്ളാമല്ലോ. അതെ, നോസല്ല. നമുക്ക് ഈ സിറ്റിയുടെ അകംഭാഗം കൂടെ പ്യുവർ ബ്ലാക്ക് ഇന്റീരിയറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കൊടുത്തത്. ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ പ്യുവർ ബ്ലാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. നല്ലൊരു സ്റ്റിയറിംഗ് കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എവിടെ നിന്നോ ചെയ്യിച്ച് ഇട്ടേക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഗിയർ സ്റ്റെപ്പ് ഇവിടെയും കാണാം. എല്ലാവരും സ്പാർക്കോ തന്നെ കയറി പിടിച്ചേക്കാണ്. പിന്നെ അതേപോലെ ഇവിടേക്ക് വരാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ എയർ സസ്പെൻഷൻ്റെ ബാക്കി സെറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഈ ഒരു സ്ക്രീന് മാറ്റിയിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് സ്ക്രീനല്ല, ഇത് കുറച്ചുകൂടെ വലിയ സ്ക്രീൻ അല്ലാതെ വേറെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലേ? വെച്ചേക്കണതല്ലേ? സ്ക്രീൻ മാറ്റിക്കണതല്ലേ? ഓക്കെ. നൈസ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പൊക്കി താഴ്ത്തി നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ മാക്സിമം താഴ്ന്നു കിടക്കുന്ന ഒരു പൊസിഷനാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിനി നൈസ് ആയിട്ടൊന്ന് പൊക്കി വെക്കാം. ബ്രോ ഒന്ന് പൊക്കിയേ. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആണല്ലോ, പെട്ടെന്ന് തന്നെ പൊങ്ങുന്നുണ്ടല്ലോ. ഇത് പിന്നെ വേറെ കാര്യം, പെട്രോൾ എഞ്ചിനായിരുന്ന ഫ്രണ്ടിലും അങ്ങനെ വലിയ വെയിറ്റ് ഉണ്ടാവില്ല. കുഴപ്പമില്ല. ഇത് നല്ല ഹൈറ്റ് ആയല്ലോ, അടിപൊളി. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്ന ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. കൊള്ളാം, നൈസായിട്ട് അടിപൊളി. ഇത്രയും ഹൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അഡോൺസിൻ്റെ ഏസ്ഡ് പെർഫോമൻസിൻ്റെ വാൾട്രോണിക് എക്സോസ്റ്റിൻ്റെ പ്രാക്ടിക്കൽ വേൾഡ് യൂസേജും കൂടിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബ്രോ ഒന്ന് കാലുകൊടുത്ത് നോട്ടെ. നേരെ എന്നെ വായിക്കാത്തോട് പോകുന്നത്. ബ്രോ ഇത് ഓഫ് ചെയ്തിട്ടൊന്നുകൂടെ കാലുകൊടുത്ത്, ജസ്റ്റ് നോർമൽ സൗണ്ടിൽ. ഇത് നോർമൽ സൗണ്ട്. കൊള്ളാം. ഇതാണ് വാൾട്രോണിക് സൗണ്ടിൻ്റെ വ്യത്യാസം. സംഭവം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും സൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് പ്രതീക്ഷിക്കാൻ ഇത്ര അടുത്ത് വന്ന് നിന്നത്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു ബൈ ചാൻസ് വരെയും അങ്ങനെ ഒരുമിച്ചൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനും കൂടെ പറ്റും. ഇവരൊക്കെ എൻ്റെ നാട്ടുകാരാട്ടോ, ഇവരൊക്കെ ആലുവക്കാർ തന്നെയാണ്. ബ്രോയുടെ പേരെന്ന് പറഞ്ഞേ? ജോയൽ. ബ്രോയുടെ പേര് എങ്ങനെയായിരുന്നു? സോളമൻ. ഇവിടെ റോഷൻ, കോഴിക്കോട്. ഓക്കെ. ഇവർ ഇപ്പം നമ്മുടെ ഈ ഒരു കൾച്ചറിനകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നാട്ടിലേക്ക് വേറെ ആരും പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ കാണാൻ വരും. അങ്ങനെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ഇവരുടെ ഗസ്റ്റുകളാണെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിൽ. നിങ്ങളെ കാണാൻ വന്ന ആൾക്കാരെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ശരി. ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുൾ വ്ളോഗുമായിട്ട് ഞങ്ങൾക്ക് പിന്നെയും വരാം. ഗുഡ് ബൈ.